ഹലോ ഗായ്സ്, വെൽക്കം ടു ആർ സൺഡേ വ്ലോഗ്. അപ്പം ഇന്ന് രാവിലെ എൻ്റെ കൂടെയാണെങ്കിൽ വെൽക്കം ചെയ്യാൻ ഇച്ചൂട്ടനും രാവിലെ നേരത്തെ എണ്ണീറ്റു. അപ്പം ഇന്നത്തെ ദിവസം തീരുമാനമായെന്ന് മനസ്സിലായി, ഇനി ഒരു പണി നടക്കില്ല. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. ഇച്ചായനും എബികുട്ടനും നല്ല ഉറക്കമാണ്. ഇച്ചൂട്ടൻ പിന്നെ താഴെ നിൽക്കുന്നുമില്ല. അവനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഞാൻ അവൻ്റെ ബ്രഷ് എടുത്ത് കൊടുക്കും, പക്ഷെ എന്നിട്ടും അവൻ താഴെ നിൽക്കുന്നില്ല. ബിസ്ക്കറ്റ് വേണോന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ചെയറിൽ ഇരുത്തിയിട്ട് അവന് ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബിസ്ക്കറ്റ് കഴിക്കാനൊന്നും അല്ല, എന്നാലും കുറച്ച് നേരം അവൻ ആ ചെയറിൽ ഇരുന്നോളൂല്ലോ, അപ്പോഴത്തേക്ക് എൻ്റെ പണിയെല്ലാം എനിക്ക് ഒതുക്കാം. അങ്ങനെ ചിക്കനിലേക്ക് വേണ്ടി സവോളയും എല്ലാം അരിഞ്ഞു വെക്കുക. ഇച്ചായനാണെങ്കിൽ മുടിയും താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അതുപോലെ എനിക്കൊരു ഹെയർ കട്ടും ചെയ്യണമായിരുന്നു. അങ്ങനെ പണിയെല്ലാം ഒതുക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഇച്ചായനാണെങ്കിൽ രാവിലെ പോകാനാണ് പ്ലാന്. എനിക്കാണെങ്കിൽ 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. ബിബിക്കുട്ടൻ്റെ ആണെങ്കിൽ ഹെയർ കട്ട് ചെയ്യേണ്ട ടൈമായി, പക്ഷേ ഇച്ചായൻ മാത്രമേ പോകുന്നുള്ളൂ. അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇച്ചായൻ്റെ ഹെയർ കട്ടിങ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് അവൻ്റെ ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ചെയ്യാമെന്നാണ് പ്ലാന്. എന്തായാലും ഇച്ചൂട്ടനാണെങ്കിൽ കുറച്ച് നേരം ആ ചെയറിലിരുന്നു. ബിസ്ക്കറ്റ് വെച്ച് ഭയങ്കര കളിയായിരുന്നു. അതെനിക്കറിയായിരുന്നു, അവൻ കഴിക്കാനൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഇച്ചായൻ എണീറ്റിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ട് വേണം ഇനി ഇച്ചായനാണെങ്കിൽ ഹെയർ കട്ടിന് വേണ്ടി പോകാൻ. ഇച്ചായൻ ഹെയർ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിച്ച വശം തന്നെ ഞങ്ങൾക്ക് എൻ്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഇന്ന് ഇച്ചൂട്ടൻ എന്താണെന്നറിയില്ല, ഭയങ്കര വാശിയാണ്. കുട്ടികളുടെ മൂഡ് ഓരോ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഇച്ചായനാണെങ്കിൽ ഹെയർ കട്ടിന് പോയി. ഭയങ്കര തിരക്കാന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെല്ലാം പണിയെല്ലാം ഒതുക്കി കുട്ടികൾക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. അവരെ കുളിപ്പിച്ച് റെഡിയായി. അങ്ങനെ ഇച്ചായൻ വന്ന വശം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പോവാമല്ലോ. നമ്മളാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ടൈം കഴിഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ വേറെ ആരെങ്കിലും കസ്റ്റമർ അർജൻറ്റായിട്ടുണ്ടെങ്കിൽ അവരെ കയറ്റും. പിന്നെ നമ്മളാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോകാൻ നോക്കുക. പിന്നെ ഞങ്ങൾ റെഡിയായിട്ട് ഞങ്ങൾ നാച്ചുറൽസിലേക്ക് വന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഹെയർ കട്ട് എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യാറ്, നാച്ചുറൽസിലാണ് ചെയ്യാറ്. അങ്ങനെ ഞാൻ ഹെയർ കട്ട് എടുത്തിട്ട് കുറേ ആയി. ഇച്ചൂട്ടിൻ്റെ ഡെലിവറി ടൈമിലാണ് ഞാൻ എടുത്തത്. ഞാൻ സ്ഥിരം ചെയ്യുന്ന എൻ്റെ ഹെയർ കട്ട് ലോങ് ലെയർ ആണ്. ഞാൻ എൻ്റെ ലെങ്ത് ഒത്തിരി ഷോർട്ട് ആക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ രണ്ടുപേരും അവിടെ എല്ലാം ഓടി കളിക്കുമായിരുന്നു. ഇച്ചാൻ ആകെ വശം കെട്ടു അവർ രണ്ടുപേരെയും മാനേജ് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞോ എന്ന്. ഒരാളെ കൊണ്ട് രണ്ടുപേരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ അപ്പോഴേ ഇച്ചാനോട് പറഞ്ഞു വേണ്ട, ഹെയർ കട്ട് ചെയ്യണ്ട, പിന്നെ ചെയ്യാമെന്ന്. ഇച്ചാന് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ ഇച്ചായൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തോളാം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ വശം കെട്ടു. അങ്ങനെ ഫസ്റ്റ് ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഹെയർ വാഷ് ഒക്കെ ചെയ്തു. അങ്ങനെ ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തു. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതുപോലെ തന്നെയാണ് അവർ കട്ട് ചെയ്ത് തന്നത്. അടിപൊളിയായിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും സൈറ്റിലും ഇടാൻ വേണ്ടി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്ലിക്ക് ചെയ്യുമായിരുന്നു. ഇച്ചായനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹെയർ കട്ടിങ്ങും ഹെയർ സ്റ്റൈലും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ രാംചന്ദ്ര റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ ഗോലി സോഡ കുടിച്ചു. പിന്നെ അവിടെ ആണെങ്കിൽ കുറേ സ്നാക്സ് ഐറ്റം ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങളാണെങ്കിൽ മട്ടൻ പപ്സ് ആണെങ്കിൽ മേടിച്ചു. അതും അവിടെ ഇരുന്ന് കഴിച്ചില്ല, ഞങ്ങൾ പാക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം മേടിച്ചിട്ട് ഇച്ചായൻ പറഞ്ഞു നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഡോൾഫിൻ നോസിലേക്ക് പോകുന്ന റൂട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. ഇങ്ങനെ സ്കൂട്ടിയിൽ കറങ്ങാൻ പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും ഇച്ചാനും സ്വെറ്റർ എടുത്തില്ലായിരുന്നു. ഭയങ്കര തണുപ്പുമായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കുട്ടികൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ സ്വെറ്ററും തൊപ്പിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഡോൾഫിൻ നോസിൽ പോയിട്ടുണ്ട്. അതും ഞങ്ങൾ കാറിലാണ് പോയിട്ടുള്ളത്. പക്ഷേ സ്കൂട്ടിയിൽ പോകുന്നത് തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ആ പോയിന്റിലേക്ക് പോകുന്ന റൂട്ട് അടിപൊളി റൂട്ടാണ്. ഞങ്ങൾ കുറച്ച് ദൂരം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നോക്കിയപ്പോൾ മഞ്ഞൊക്കെ മൂടാൻ തുടങ്ങി. അടിപൊളി വ്യൂ തന്നെയായിരുന്നു. അങ്ങനെ ഈ മഞ്ഞൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിലൊരു പാട്ട് വന്നു. കോടമഞ്ഞിൽ ഓഹോ താഴ്വരയിൽ ഓഹോ, ഇതൊക്കെ പാടിയിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ പ്ലാൻ മാറി. ഞങ്ങൾ പിന്നെ ഡോൾഫിൻ നോസിലേക്ക് കയറിയില്ല. അവിടെ കുറച്ച് നേരം കറങ്ങി അടിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് പോയി. ഞങ്ങൾ വന്ന വഴിയാണെങ്കിൽ ഒരു തേയിലത്തോട്ടം കണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചു ശരി ഒരു ചായ കുടിക്കുക. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. റോക്ക് ബിസ്ട്രോ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അകത്തേക്ക് കയറിയപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് അവിടുന്ന് വ്യൂ പോയിന്റ് കാണാമായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ കാണാൻ. ക്ലൗഡ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അത്ര അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്, അത്ര അടിപൊളി ഫുഡുമാണ്. ഞങ്ങളാണെങ്കിൽ പിന്നെ സ്നാക്സ് ആണ് കൊടുത്തത്, അതും ബ്രെഡ് ഓംലേറ്റ് ആണ് കൊടുത്തത്. കുട്ടികൾക്കാണെങ്കിൽ സ്പൈസ് കുറഞ്ഞിട്ടുള്ള ബ്രെഡ് ഓംലേറ്റും ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് സ്പൈസ് കൂടിയിട്ടാണുള്ള ബ്രെഡ് ഓംലേറ്റുമാണ്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു ചായയും പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടാണെങ്കിൽ അവിടുത്തെ സീനറി ഒന്നും കാണുന്നേ ഇല്ലായിരുന്നു. നമുക്ക് ഈ വ്യൂ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അതുപോലെയാണ് ആ ടേബിളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇച്ചായൻ ഈ തണുപ്പ് ക്ലൈമറ്റിലാണെങ്കിൽ ഐസ്ക്രീം മേടിച്ചു. 5 റുപ്പീസിൻ്റെ ഐസ്ക്രീം ഇച്ചായൻ മേടിച്ചു. അതാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ്. അതൊരു 1 ബൈറ്റേ ഉള്ളൂ. ആണെങ്കിൽ കുറേ ഫ്ലേവർ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ചോക്കോ ഐസ്ക്രീമാണ് മേടിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇച്ചായൻ അങ്ങനെ വേറൊരു ഐസ്ക്രീം മേടിച്ചു, കുൽഫി ഐസ്ക്രീം. അത് ആൽമൻഡിൻ്റെ. എനിക്കാണെങ്കിൽ കുൽഫി അത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് കുൽഫി ഇഷ്ടമല്ല. ഇച്ചായന് ഭയങ്കര ഇഷ്ടമാണ് കുൽഫി. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ പറഞ്ഞ തേയിലത്തോട്ടം. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ക്ലൈമറ്റ് ആകെ മാറി തുടങ്ങി. പെട്ടെന്ന് തന്നെ അതൊക്കെ കണ്ടിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതിൻ്റെ കൂടെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്നിരിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടു. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നടക്കാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.